എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. എനിക്ക് തോന്നുന്നില്ല അധിക നാൾ ജാസ്മിന് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന്. കാര്യം അത്രയ്ക്കും തകർന്നു തരിപ്പണമായി ഫിസിക്കലി മെൻ്റലി ആൾ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആയിട്ട് തന്നെ പുറത്തേക്ക് വിടാനാണ് ചാൻസ്. സ്വയം ക്വിറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആയിട്ട് പുറത്തേക്ക് വിടാൻ ചാൻസ് ഉണ്ട്. കാരണം മെൻ്റലി അത്ര സ്റ്റേബിൾ അല്ല ആൾക്ക്. അത്രയും മെൻ്റലി ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. കാര്യം പുറത്ത് നെഗറ്റീവാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം പ്രശ്നമാണ്. അതിൻ്റെ കൂടെ ഇവിടെ വീട്ടിനകത്തുള്ളവരും നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഒച്ചിരേക്കിന് കുറച്ച് മനുഷ്യപ്പെട്ട് കാണിക്കാം. ഇതൊരു ഗെയിമല്ലേ അല്ലേ. പുറത്തും ഒരു മനുഷ്യപ്പറ്റില്ല, അകത്തും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടും ഇതൊരു ഗെയിമായിട്ട് മനസ്സിലാക്കാതെ പേഴ്സണലി ഇട്ട് ചവിട്ടി തേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അവർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് അവരുടെ വീട്ടുകാരെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ എന്താണ് ഇത്ര പേഴ്സണലി എടുത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഗബ്രിയും ജാസ്മിനും ഈക്വലായിട്ട് തെറ്റ് ചെയ്തവരാണെങ്കിലും എനിക്ക് തോന്നുന്നു മോസ്റ്റ് എല്ലാ പീപ്പിളും സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ജാസ്മിന് വളരെ മോശമായിട്ടുള്ള വാക്കുകളോടാണ് ഉച്ചരിക്കുന്നത്. യൂട്യൂബ് വീഡിയോസ് ചെയ്ത ഒരുപാട് പേരും ഗബ്രി ജാസ്മിൻ കണ്ടൻറ്റ് വളരെ മോശമായിട്ട് വൾഗറിറ്റി ആയിട്ട് തമ്മിലൊക്കെ കൊടുത്ത് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തന്നെയും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ജാസ്മിനും ഗബ്രിയും പ്യുവറാണ്, ഭയങ്കര സോഫ്റ്റാണ്, അവർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. തെറ്റ് പറ്റിയിട്ടുണ്ട്, അവരുടെ ഗെയിം ശരിയല്ല എന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ മനുഷ്യന്മാരാണ്, അവർ ഗെയിം കളിക്കാൻ വന്നവരാണെന്നുള്ള തിരിച്ചറിവും ബോധം എനിക്കുണ്ട്. അതുപോലെ പലർക്കും ഇല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. തെറ്റ് പറ്റിയെന്ന് സ്വയം രണ്ടുപേരും അത് അംഗീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ സഹജമാണ് തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാനുള്ള കഴിവ്. ഇവിടെ വലിയ തെറ്റുകൾ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ തെറ്റുകളൊന്നും അവർ ചെയ്തില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറിയാതെ പറ്റിപ്പോയതാണ് അവരുടെ മനസ്സിൽ തോന്നിയതാണ് ആ ഒരു ഇഷ്ടം. അത് മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വന്ന് ഗെയിം കളിക്കുമ്പോൾ ഇല്ലയോ നോക്കിയിട്ട് വീണ്ടും ഹരാസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ അങ്ങ് ടോർച്ച് ചെയ്യുന്നതോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. മാത്രമല്ല നമ്മുടെ സിബിൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തച്ച് നിരപ്പ് ആക്കുക, പുറത്തിറങ്ങി ജീവിക്കാതിരിക്കുന്നതൊക്കെ അവരിഷ്ടം. എനിക്ക് എത്രത്തോളം നാറ്റാവോ അത്രത്തോളം നാറ്റി ഞാൻ പുറത്തേക്ക് അയക്കും എന്നാണ് സിബിനൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും. കണ്ടു തന്നെ അറിയാൻ എന്താ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും ജാസ്മിൻ പുറത്തേക്ക് പോകാനാണ് ചാൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.